അല്ല നീലു, നീ എന്താ ഈ കുട്ടികളെയും മക്കളെയൊക്കെ പെറുക്കിയും കൊണ്ട്? പിന്നെ എന്റെ മക്കളെ ഞാനല്ലാതെ പിന്നെ ആര് നോക്കാനാ? കല്ലു വന്നേ. ചീത്ത ചെറിയമ്മ. ഞാനേ സ്കൂളിലേക്ക് പോകാ പാർക്കുഞ്ഞമ്മന്റെ. ഇത് കല്ലു, അതെങ്ങനെയാ ചെറിയ കുഞ്ഞുങ്ങളെ മര്യാദക്ക് സംസാരിക്കാൻ പഠിപ്പിക്കണ്ടേ? സാരില്ലടി, അവൾ കൊച്ചല്ലേ. മുത്തേ, ഇന്ന് യൂണിഫോം ഒന്നും വേണ്ടടി. നീ എന്തിനാ ഇന്ന് യൂണിഫോം ഇട്ടേക്കുന്നേ? അത് അത് അതെന്താ അവൾക്ക് തരം തരം ഡ്രസ് നീ എടുത്തു കൊടുക്കുന്നുണ്ടോ? അവൾക്കുള്ള ഡ്രസ് അവളിട്ട് പോയിക്കോട്ടെ. എന്താടി ആ കൊച്ചിനോട് നീ ഇങ്ങനെ കാണിക്കുന്നേ? അതിന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിലോ? ഞാനെന്ത് കാണിച്ചെന്നാ? ഓ, ഞാനെന്ത് കാണിച്ചാലും കുറ്റം. പാവം കൊച്ചല്ലേ അത്. ചെറുപ്പം മുതലേ അതിന്റെ അമ്മ നഷ്ടപ്പെട്ടു. അതിന് അമ്മയുടെ സ്നേഹം നമ്മൾ കൊടുക്കണ്ടേ? എന്നാ നീര് കൊടുത്തേക്ക് അമ്മയുടെ സ്നേഹം അവൾക്ക്. ഞാനൊക്കെ കൊടുത്തോളാം, നീ അങ്ങോട്ട് വിട്ടതാ അവളെ. ഞാനേ എന്റെ ഈ മക്കളെ നോക്കുന്ന പോലെ അവളെ നോക്കിക്കോളും. മുത്തിന്റെ ചെറിയമ്മ ചീത്ത. ഞാനേ പാർക്കുഞ്ഞമ്മന്റെ സ്കൂളിലേക്ക് പോകാ. അപ്പൊ എന്താ മണിമോൾ കളർ ഡ്രസ് ഇട്ടിട്ടുണ്ടല്ലോ? അപ്പൊ മുത്തയും കളർ ഡ്രസ് ഇട്ടാലെന്താ? ഓ, നീ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുകയാണോ? പാർക്കുട്ടി, ഞാനാണ് പറഞ്ഞത് എനിക്ക് യൂണിഫോം മതിയെന്ന്. ചെറിയമ്മനെ ഒന്നും പറയണ്ട. മുത്തേ, ഞങ്ങൾ പോകാം. നീ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ? ഹാ, എന്നാ അവൾ സന്തോഷമായിട്ട് നിങ്ങളുടെ കൂടെ ഒന്ന് വരട്ടെ. ഇല്ല പാർക്കുട്ടി, ഞാൻ മണിമോളുടെ കൂടെ വന്നോളാം. വാ അമ്മ, നമുക്ക് പോവാം. ഞങ്ങളേ പോട്ടെട്ടോ. കല്ലുമോളെ, വാ മോളെ. പാർക്കുഞ്ഞമ്മ പോയി. നീലമ്മേ, വേഗം വാ. ഇവൾക്ക് ഒരേ ഒരു വാശി, സ്കൂളിൽ പോയിട്ട് മത്സരത്തിൽ പങ്കെടുക്കണമെന്ന്. അതിനിപ്പോ ടീച്ചർമാർ സമ്മതിക്കണാവോ? വെറുതെ നിൽക്കാൻ സമ്മതിച്ചാലും മതിയല്ലോ. പാർക്കുഞ്ഞമ്മ നിക്ക്. എടി ആമി, ഇതെന്താണ് അന്തം വിട്ട് നിൽക്കാൻ? വാ, ഓടിക്ക് പോയി. മുത്തേ, അവളുടെ മോന്ത കണ്ടോ? എന്തുവാടി നിന്റെ മുഖം എപ്പോ നോക്കിയാലും ഇങ്ങനെ? അത് ഒന്നുമില്ല ചെറിയമ്മേ. എന്ത് പറഞ്ഞാലും അതൊന്നല്ല ചെറിയമ്മേ. ഈ ഒരു ഡയലോഗ് കൊടുക്ക്. അമ്മ, ഇനി ഫാൻസി ഡ്രസ്സിനെ വേറെ ആർക്കെങ്കിലും ഫസ്റ്റ് കിട്ടുവോ? ആ പാറക്കുട്ടി എന്ത് ഡ്രസ്സാണോ ഇടുന്നേ? മോളെ, മണിമോളെ, നിന്റെ അത്ര ഭംഗിയൊന്നും ആ പാറക്കുട്ടി ഏത് ഡ്രസ് ഇട്ടാലും ഉണ്ടാവില്ല. പിന്നെന്താ പ്രശ്നം? നീ എന്റെ മോളാ, എന്റെ സൗന്ദര്യം അങ്ങനെ നിനക്കാ കിട്ടിയിരിക്കുന്നേ. വേറെ ആര് എന്ത് ഡ്രസ് ഇട്ടാലും ഒരു ഭംഗി ഉണ്ടാവില്ല. മമ്മി, വാ മമ്മി, നമുക്ക് പോവാം. ഓ, ഇനിയിപ്പതാ ആ കിളവൻ വരുന്നുണ്ട്. എടി, നിന്റെ മോന്ത കണ്ട ഞാൻ നിന്നെ നുള്ളിയ പോലെ ഉണ്ടല്ലോ. ചിരിച്ചു നിൽക്കടി. ഞാൻ ചിരിച്ചോളാം ചെറിയമ്മേ. ഓ മമ്മി, അവൾ എന്റെ ബാഗ് ഒന്നും എടുത്തിട്ടില്ല. മുത്തശ്ശ, മുത്തേ, ഇന്നെന്താ സ്കൂളിൽ എന്തൊക്കെ പരിപാടിയാണെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ? മുത്തിന് മാത്രല്ല എന്റെ മകൾക്കും ഉണ്ട്, മണിമോൾക്കും. അതിനിപ്പോ അവൾക്കില്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? അല്ല, രണ്ട് പേരക്കുട്ടികൾ നിൽക്കുമ്പോൾ ഒരാളോട് മാത്രം ചോദിക്കുന്നത് കണ്ടിട്ടേ പറഞ്ഞു പോയതാ. അത് പിന്നെ മണിമോളെ നീ നന്നായി നോക്കുമെന്ന് എനിക്കറിയാലോ. മുത്തശ്ശ, വീണ്ടും മുത്തശ്ശ, എന്നെ ചെറിയമ്മ നന്നായി നോക്കുന്നുണ്ട്. ആഹാ, അതെനിക്കറിയാം, അവള് നിന്നെ നല്ല പോലെ നോക്കുന്നുണ്ടെന്ന്. ചെറിയമ്മേ, ഞാനേ ബാഗ് എടുത്തിട്ട് ഇപ്പൊ വരാം. മണിമോളുടെ ബാഗും ഉണ്ട്, ഹാളിൽ ഇരിപ്പുണ്ട്, അതുകൂടെ എടുത്തിട്ട് വാ. അതെന്താ മണിമോൾക്ക് കയ്യും കാലും ഇല്ലേ പോയിട്ട് എടുക്കാൻ? ഓ, ഈ കിളവനാണെങ്കിലോ എല്ലാ കാര്യത്തിലും കയറി അങ്ങ് ഇടപെട്ടോളും. ആ, ഞാനിപ്പോ കിളവൻ. എല്ലാവർക്കും വരും അങ്ങനെ ഒരു കാലം. മുത്തേ, വേഗം വന്നോ, അല്ലെങ്കിലേ അതിനായിരിക്കും. ആ മുത്തശ്ശൻ എന്താ മമ്മി അവളോട് മാത്രം ഇത്ര ഇഷ്ടം? എന്നാലേ എന്റെ ഡാഡി അങ്ങനെയല്ല. ഡാഡിക്ക് ഞങ്ങൾ രണ്ടുപേരെയും ഇഷ്ടാ. അതെ അതെ, അയാൾക്ക് മുത്തിനോട് ഇത്തിരി സിമ്പതി കൂടുതലാ. ഓ മമ്മി, അവൾ എന്താ ഇനിയും കാണാത്തെ? മുത്തേ, വേഗം വാടി. പാർക്കുട്ടി, ഇവിടെ നിന്നിട്ടാ ഡ്രസ് മാറുന്നത്? അതിനി ഇവിടെ വന്ന് നിന്നിട്ടെന്താ? എല്ലാവരും അവളെ ക്ലാസ്സിൽ മാറ്റണം. വാ. പാർക്കുഞ്ഞമ്മ പനിക്ക് കൊടുക്കാൻ പോയി.
കൂട് കണ്ടോ, അതങ്ങോട്ട് എടുത്തിട്ട് വരട്ടെ. എന്തിനാ പെണ്ണെ ആ കൂട്? നമ്മുടെ കയ്യിലൊക്കെ കടിച്ചും. അതെ അതെ, അപ്പൊ പിന്നെ പാർക്കുട്ടി നമ്മക്കന്നെ ഫസ്റ്റ് കിട്ടും. കടിച്ചിട്ട് എല്ലാരും പൊള്ളച്ച് നിൽക്കും. അതൊന്നും ഉണ്ടാകൂലാന്ന്. ഇത് പേടി പാർക്കുട്ടിയെ. പേടിത്തൊണ്ടൻ സുൽഫിക്കർ. സുൽഫിക്കർ പേടിക്കണ്ട, ഞാനൊരു കവർ കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിട്ട് നമുക്ക് മുറുക്ക് കെട്ടാം. അപ്പൊ നമ്മൾ കടിക്കൂല. ഞാൻ മരത്തുമ്മ കേറിട്ടെ അതൊന്നും ഇങ്ങോട്ട് താഴത്ത് കിട്ടതാ. ഇത് പഠിച്ചോനീ കാത്തോളീം. പേടിത്തൊണ്ടൻ. ആര് വന്നേ? ഞാനൊക്കെ വെറുതെ വന്നതല്ലേ. ഇച്ചിരി പേടില്ല. എത്ര പുളിയുമ്പോ കൂടെ വേണം എനിക്ക്. ഇപ്പൊ തൽക്കാലേ ഒന്ന് മതി. ഇന്നാ എന്റെ പാർക്കുട്ടി ഇത് എങ്ങനെ കണ്ടുപിടിച്ച്? ഞങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. അത് പിന്നെ ആമി ഇവിടെ വന്നിരുന്നാലേ ഞാനേ പഠിച്ചെന്നാണ് എന്റെ വിചാരം. പിന്നെ ഞാനേ ഈ മരത്തുമ്മക്കുടിക്ക് എന്തൊക്കെയുണ്ട് നോക്കാനാണ് എന്റെ പരിപാടി. ഇന്നാലേ കൊൽസി ടീച്ചർക്ക് ഒന്ന് പറഞ്ഞെടുക്കണം. ഇത് കൊൽസി ടീച്ചറെ ഇന്നോട് മാത്രം ചോദ്യം ചോദിച്ചു, പിന്നെ ആ സുലൈമാനോടും. അയ്യോ സുൽഫിക്കറെ ചതിക്കല്ലേ. അതെ അതെ, സുൽഫിക്കർ സുലൈമാൻ ഉള്ളോണ്ടേ നമ്മളൊക്കെ രക്ഷപ്പെട്ടു പാർക്കുട്ടി. അതെ അതെ, എല്ലാ ചോദ്യത്തിനും ഓരോട് ആയിക്കോളും. സമയം കളയില്ലേ, സുൽഫിക്കർ വേഗം എടുക്ക്. ഇന്ന പിന്നെ ഞാൻ ഇതാ പോയിതാ വന്നു. സുൽഫിക്കർ സൂക്ഷിച്ച്. ദമ്മച്ചി ഒരു പുലർമ്പിനെ കടിച്ചു. ഉറുമ്പ് കടിച്ചോ? എടി പാറു, എന്ത് ചെയ്തേച്ചി? എടി പെണ്ണെ, നിങ്ങൾക്കൊക്കെ ഡ്രസ്സ് മാറ്റണ്ടേ? വേഗം വാ. ഈ സുൽഫിക്കർ എന്തായി കാണിക്കണേ? അതൊന്നുമില്ല ശിവേച്ചി. അയ്യേ, ഈ ഉറുമ്പും കൂടെ എന്തിനാ? അതൊക്കെ എന്ത് ശിവേച്ചി? എടി പാറു പറയടി. ശിവേച്ചി അതില്ലേ, ഞാൻ പറഞ്ഞു തരൂല. മണിമോൾക്കും മണിമോളുടെ മമ്മിക്കും പണി കൊടുക്കാനുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു തരൂല. ഇപ്പൊ പിടികിട്ടി. ഞാനേ പോയിട്ട് അമ്മേനോട് പറഞ്ഞു കൊടുക്കട്ടെ. അയ്യോ ശിവേച്ചി ചതിക്കല്ലേ. പിന്നെ നീയേ നിന്റെ കൂടെ ഞാൻ നിന്നാലേ എനിക്കും അടി കിട്ടും അമ്മയുടെ കയ്യിൽ നിന്ന്. എന്ത് ശിവേച്ചി, അന്നേ നമ്മളൊക്കെ എന്തോരം കഴിഞ്ഞു കല്ലുമോളെ കാണാനായിട്ട്. അത് ശരിയാ, അത് ശിവേച്ചി മറന്നോ? മറന്നിട്ടൊന്നുമില്ല, എന്നാലും അമ്മ ചീത്ത പറയും. അമ്മയൊന്നും അറിയാൻ പോണില്ല ശിവേച്ചി. മണിമോളെ മമ്മി ചീത്ത. മണിമോളും ചീത്ത. മുത്തച്ചേച്ചി നല്ലതാ. എന്നാ വേഗം വാ, അവിടെ അമ്മ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ കുട്ടികളും ഡ്രസ് ചെയ്യാൻ നിർത്തിക്കണോ. നിങ്ങൾ മാത്രം കഴിഞ്ഞിട്ടില്ല. ഇനി പേര് വയ്ക്കുമ്പോഴൊക്കെ നിങ്ങൾ നട്ടോടുക. ശിവേച്ചി നടന്നോ, ഞങ്ങൾ വരുന്നോ? കല്ലു വാ. ഇല്ല, ഞാൻ ശിവകുഞ്ഞമ്മയുടെ കൂടെ വരില്ല. ഞാനേ പാറക്കുഞ്ഞമ്മയുടെ കൂടെ വരാം. എന്നാ വേഗം വാ, ഞാൻ അങ്ങോട്ട് പോണോ. ശിവേച്ചി നോക്ക്, ശിവേച്ചി എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? ശിവകുഞ്ഞമ്മേ, പാറക്കുഞ്ഞമ്മ നോക്കണ്ട, കല്ലിനെ നോക്ക്. കല്ല് സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ഞാനോ? പെണ്ണുങ്ങളെ നിങ്ങൾ എല്ലാവരും സൂപ്പർ ആയിട്ടുണ്ട്. മുത്തേ, ഈ ബാഗിനകത്ത് എന്താടി? പാറു, ഇത് മണിമോളുടെ ഡ്രസ്സാ. അപ്പൊ മുത്തോ? മുത്തിന് ഡ്രസ് കൊടുത്തിട്ടില്ലേ? മുത്തിന്റെ ഡ്രസ് എവിടെ? ഞാൻ ഈ യൂണിഫോം കിട്ടാ മതിന്നാ ചെറിയമ്മ പറഞ്ഞത്. വേറെ ഡ്രസ് ഒന്നും ഇടണ്ടാന്ന് പറഞ്ഞു. സാരില്ല മുത്തേ, നമുക്ക് അടുത്ത തവണ കൂടാ. മണിമോളുടെ മമ്മി ചീത്ത. ഈ ബാഗ് ഇവിടെ ഇരുന്നോട്ടെ പാറു. ഞാനേ ഇപ്പൊ വരാം, ഒന്ന് സൂക്ഷിച്ചോണേ. വേറെ കുട്ടികളെ എടുത്ത് കൊണ്ടുപോകണം നോക്കണം കേട്ടോ. അതിനെന്താ, ഞാൻ നോക്കാലോ മുത്തേ. മണിമോളുടെ മാത്രമില്ലല്ലോ. അല്ല, ചെറിയമ്മന്റെ സാരി ഉണ്ട്. ചെറിയമ്മ വേറെ സാരി എടുക്കണ്ടെന്ന് പറഞ്ഞത് ഇവിടെ വന്നിട്ട്. അതെന്താ, നിന്റെ ചെറിയമ്മയും ഫാഷൻ വരരുന്നുണ്ടോ? എനിക്കറിയോ പാർക്കുട്ടിയെ, ഞാനിപ്പോ വരാം. പാറു, നിന്റെ മനസ്സിൽ അത് പൊട്ടിയോ? പിന്നെ എന്റെ മനസ്സിലേ പൊട്ടു. മണിമോളുടെ മമ്മിക്കും മണിമോൾക്കും പണി കൊടുക്കുന്നത് ഞാൻ ആരോടും പറയൂല. കല്ലു, അങ്ങനെ പറഞ്ഞു നടക്കല്ലേ. സത്യമായിട്ടും കല്ലു ആരോടും പറയൂല. പാർക്കുട്ടി, നിനക്കുള്ള പണി കല്ലു തരൂട്ടോ, അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട്. സത്യമായിട്ടും കല്ലു പറയൂല. എനിക്കത്